Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ആണ്. നമ്മൾ ഓൾറെഡി അത്യാവശ്യം തവണ യൂസ് ചെയ്തിട്ട് നമുക്കത് മതിയെന്ന് പറഞ്ഞ് മാറ്റുന്ന സമയത്ത് അതിനൊരു പുതിയ ലുക്കിലേക്ക് മാറ്റിയെടുത്തിട്ട് യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണ് ഇവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 2 ചുഡീസാണ് എടുത്തിട്ടുള്ളത്. ഒരു ചുഡിയുടെ യോക്ക് പോർഷൻ ഇല്ലാതെ ബോട്ടം പോർഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാനൽ കട്ട് ചുഡിയാണ്. ഏറ്റവും അടിയിലായിട്ട് ഒരു റെഡ് ബോർഡറും കൂടി അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോട്ടം പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയൊരു ചുടിയിൽ നിന്ന് നമുക്ക് ഒരു യോക്ക് പോർഷനും സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് അതിന് നമ്മൾ മടക്കിയിട്ടിട്ട് മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മെഷർമെൻറ്റ്സ് ഒരു മീഡിയം സൈസ് മെഷർമെൻറ്റാണ്. അപ്പോൾ അതിൽ നമ്മുടെ മാർക്കിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റീയൂസ്ഡ് ഐറ്റം ആയതുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ്ങും കുറവാണ്, കട്ടിങ്ങും കുറവാണ്. ബോട്ടം പോർഷൻ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ പഴയ ചുരിദാറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. യോക്ക് പോർഷൻ മാത്രമേ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം തന്നെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്ലീവും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബോട്ടം പോർഷന് മാച്ച് ചെയ്യുന്ന രീതിയിൽ സ്ലീവിൻ്റെ ബോർഡറിലും ഒരു റെഡ് കളർ പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ യോക്ക് പോർഷൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവ്സാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ സ്ലീവ്സ് ഇവിടെ 3/4 നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ളത്. അതിന് എൻഡിലായിട്ട് ഒരു ചെറിയ റെഡ് ബോർഡർ വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ നല്ല ഭംഗിയിൽ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. നല്ല ഭംഗിയിൽ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം ട്രൈ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പഴയതായ തുണികളിൽ നിന്നിട്ട് നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും നെക്കും ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഷോൾഡേഴ്സാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനൊപ്പം നമ്മുടെ സ്ലീവ് ചെറിയ പഫിൽ നമ്മൾ അടിപൊളിയായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ യോക്ക് പോർഷൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിയാറായി. സൈഡിൽ ഷേപ്പും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതായ ബോട്ടം പീസിന് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലുക്കിലേക്ക് ക്രിയേറ്റ് ചെയ്തൊരു ന്യൂ ഐറ്റം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആരും പറയില്ല ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ചാണ്. നമ്മൾ കാണിച്ചു കൊടുത്താൽ മാത്രമേ അറിയുള്ളൂ അത് സ്ക്രാച്ചിൽ നിന്നുള്ള ഔട്ട്ഫിറ്റാണ്. അപ്പോൾ നല്ല ലുക്കുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഓൾറെഡി നമ്മുടെ ഇടയിൽ ഉള്ളതായ സംഭവങ്ങൾ അത്യാവശ്യം ഇട്ടിട്ട് മടുക്കുമ്പോൾ അതിനൊരു പുതിയ ലുക്കിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഇതിനേക്കാൾ അടിപൊളി ഐറ്റായിട്ട് നമുക്ക് കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.